Hello everyone, welcome back to our channel Ashubais Edupod. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തതാണ് ബയോളജിയുടെ ചാപ്റ്റർ 1 ലൈഫ് പ്രോസസ്സസിൻ്റെ പാർട്ട് 1 കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ഡു ദ പാർട്ട് 2. അപ്പോൾ പാർട്ട് 1 നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായി. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മളിതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ആക്ച്വലി വിൽ ബി ഡൂയിങ് ഓരോ ലൈഫ് പ്രോസസ്സസും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ ആണ് ന്യൂട്രിഷൻ. when we walk or ride a bicycle, we are using up energy. When we are not doing any apparent activity, energy is needed to maintain a state of order in our body. You also need materials from outside in order to grow, develop, synthesize protein and other substances needed in the body. This source of energy and materials is food we eat. Right. നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, ടേക്കിംഗ് ഇൻ ഫുഡ് ഓർ കൺസ്യൂമിങ് ഫുഡ് ആൻഡ് യൂട്ടിലൈസിങ് ഇട്ടാണ് ആക്ച്വലി ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, ഒരു സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ നമ്മളുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ്ഡ് അപ്പ് ആവുന്നുണ്ട്. ക്ലിയർ? നമ്മുടെ എനർജി ഇങ്ങനെ യൂസ്ഡ് അപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഈവൻ വെൻ വി ആർ നോട്ട് ഡൂയിങ് എനി അപ്പാരൻ്റ് ആക്ടിവിറ്റി, നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, എനർജീസ് നീഡഡ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, അതായത് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എനർജി ആവശ്യമുണ്ടോ എന്നുള്ളത്. യെസ്, ഓഫ് കോഴ്സ്. നമ്മളൊന്നും ചെയ്യാതെയും ഇരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 സ്റ്റാർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താവശ്യമുണ്ട്, എനർജി ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ എ സ്റ്റേറ്റ് ഓഫ് ഓർഡർ ഓഫ് അവർ ബോഡി. അത് നമ്മളുടെ ബോഡിയുടെ ഒരു ഓർഡർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി വേണം അല്ലേ. നമ്മളിപ്പോൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയണം. ആണോ അല്ലയോ? നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തിച്ചാരി വെച്ച പോലെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൂന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മുടെ ബോഡിയുടെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണെങ്കിലും എനർജി ആവശ്യം തന്നെയാണ്. ഓക്കെ, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? വി ഓൾസോ നീഡ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് വേണമല്ലേ. ഫോർ എക്സാമ്പിൾ ഫുഡ്, വാട്ടർ, റൈറ്റ്, അങ്ങനെയുള്ള എയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗ്രോ, ഡെവലപ്പ്, സിന്തസൈസ് പ്രോട്ടീൻസ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് നീഡഡ് in the body. The source of energy and materials is the food we eat അല്ലേ. നമുക്ക് നമ്മുടെ എനർജി കിട്ടുന്ന അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല അല്ലേ. ഹൗ ഡു ലിവിങ് തിങ്സ് ഗെറ്റ് ഫുഡ്? എങ്ങനെയാണെടാ പറഞ്ഞേ, എങ്ങനെയാണ് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന് ഫുഡ് കിട്ടുന്നത്? The general requirement for energy and materials is common in all organisms, but it is fulfilled in different way. അതായത് നമുക്ക് ജനറൽ റിക്വയർമെൻറ്റ് ഫോർ എനർജി, നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ റിക്വയർമെൻ്റ് ഉണ്ട് അല്ലേ. അത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? The general requirement for energy and materials is common in all organisms. നമുക്ക് വേണ്ടിയിട്ടുള്ള എനർജിയും അതുപോലെ മെറ്റീരിയൽസ് റിക്വയർഡ് റോ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതൊക്കെ എന്തായാലും എല്ലാ ഓർഗാനിസത്തിലും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്.
ഓരോരുത്തർക്ക് ഫുഡ് എന്നുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണെങ്കിൽ അത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയണത്. And some organisms use simple food material obtained from inorganic sources in the form of carbon dioxide and water. Right. ചില ഓർഗാനിസംസ് എന്ത് ചെയ്യും, സിമ്പിൾ ദേ യൂസ് സിമ്പിൾ ഫുഡ് മെറ്റീരിയൽസ് അല്ലേ, അവർ സിമ്പിളായിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ആണ് എടുക്കുക. സച്ച് ആസ് ഇനോർഗാനിക് സോഴ്സസ് അല്ലേ, ഇനോർഗാനിക് സോഴ്സസ് എന്നായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഫുഡും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് അത് ആ ഒരു ഇനോർഗാനിക് സിമ്പിളായിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആയിരിക്കും. ജസ്റ്റ് പ്ലാന്റ്സിലൊക്കെ സംഭവിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് ദീസ് ഓർഗാനിസംസ് അവരെന്തായിരിക്കും, സിമ്പിളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡും വാട്ടറും ഇനോർഗാനിക് സോഴ്സസ് ആയിരിക്കും അവരുടെ എനർജി ആയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഓർഗാനിസംസ്, ദ ഓട്ടോട്രോഫ്സ് ഇൻക്ലൂഡ് green plants and some bacteria. Other organisms utilize complex substances. Right. These complex substances have to be broken down into simpler ones before they can be used for upkeep the growth of body. ഇപ്പം എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇനോർഗാനിക് സോഴ്സസിൽ നിന്ന് ഇനോർഗാനിക് സോഴ്സസിൽ നിന്നും ഫുഡും മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നവർ അവർ നമ്മൾ സ്വതവേ ഓട്ടോട്രോപ്സ് എന്നാ പറയുക. ദാറ്റ് ഇൻക്ലൂഡ്സ് ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗീസ്, ബാക്ടീരിയാസ്, റൈറ്റ്, അവരൊക്കെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും ബൈ ദ പ്രോസസ് ഫോട്ടോസിന്തസിസ് അല്ലേ. അതർ ഓർഗാനിസംസ് എന്ത് ചെയ്യും, കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ. കോംപ്ലക്സ് മെറ്റീരിയൽസ്, സബ്സ്റ്റൻസസ് യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ നേരെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആദ്യം ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ വൺസ്, ആൻഡ് പിന്നെയാണ് നമ്മളുടെ ബോഡിയുടെ ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ടു അച്ചീവ് ദിസ്, ഈ ബ്രേക്ക് ഡൗൺ നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഓർഗാനിസംസ് എന്ത് ചെയ്യും, യൂസ് ബയോ കാറ്റലിസ്റ്റ് called an enzyme. Thus, the heterotroph survival depends directly or indirectly on autotrophs. Heterotrophic organisms include animals and fungi. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് എങ്ങനെയാണ് ഈ പറയുന്ന കോംപ്ലക്സ് സബ്സ്റ്റൻസസ് സിംപ്ലർ സബ്സ്റ്റൻസസൊക്കെ ആക്കാൻ പറ്റുക. യെസ്, അത് അവരെന്ത് ചെയ്യും, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കും. വാട്ട് ഡു യു മീൻ ബൈ കാറ്റലിസ്റ്റ്? ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ തന്നെ അത് ആ ഒരു റിയാക്ഷൻ്റെ ഒരു സ്പീഡ് കൂട്ടുന്ന ജോലിയാണല്ലേ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ബയോളജിക്കൽ കാറ്റലിസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുക. ദാറ്റ് ഈസ് നമ്മുടെ എൻസൈംസ്, റൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഹെറ്ററോട്രോഫ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓട്ടോട്രോഫ്സിന് ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളിവിടെ ഓട്ടോട്രോഫ്സിൻ്റെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കണ് ഓട്ടോ, സെൽഫ് അല്ലേ, സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇവിടെ ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ, ഹെറ്ററോ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് നിന്നായിരിക്കും അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ടാവും. അതിൽ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ആനിമൽസ് ആൻഡ് ഫംഗസ്, അതുപോലെ വേറെ വേറെ ഓർഗാനിസംസ്, ഹ്യൂമൻസ്, റൈറ്റ്. ഇവരൊക്കെ എന്ത് തന്നെയാണ്, ഹെറ്ററോട്രോപ്സ് തന്നെയാണ്. മീബിയും കാര്യങ്ങളൊക്കെ ഹെറ്ററോട്രോപ്സ് തന്നെയാണ് മക്കളെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഹെറ്ററോട്രോപ്സിലാണ് നിങ്ങൾക്ക് 3 ടൈപ്പ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറയും. ഹോളോസോയിക്, പാരസൈറ്റിക്, സാപ്രോഫൈറ്റിക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അതായത് എത്തുന്ന ടൈമിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ?
അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.